ഹായ്, നമ്മളൊരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ്. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ബി എ സബ് ഗ്രൂപ്പ്. ജി എന്നത് ഗ്രൂപ്പും എച്ച് എന്നത് അതിൻ്റെ സബ് ഗ്രൂപ്പുമാണ്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് ലെഫ്റ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി. ഓക്കെ, അതായത് എച്ച് എന്ന സബ് ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണവും റൈറ്റ് കോസറ്റുകളുടെ എണ്ണവും സെയിം ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് എച്ച് എന്ന സബ് ഗ്രൂപ്പിന് ഒരു 5 ലെഫ്റ്റ് കോസറ്റ് ഉണ്ടെങ്കിൽ അതിന് എത്ര റൈറ്റ് കോസറ്റ് ഉണ്ടാവും? 5 റൈറ്റ് കോസറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാം. നമുക്ക് എപ്പോഴും രണ്ട് സെറ്റുകളുടെ എണ്ണം ഈക്വൽ എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, ഇപ്പം എ ബി രണ്ട് സെറ്റ് ഉണ്ട്. ആ എക്ക് അകത്തും ബിക്ക് അകത്തെയും നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണെന്ന് കാണിക്കാൻ നമ്മൾ എപ്പോഴും ഒരു 1 on 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മതി. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, അത് 1 on 2 ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം രണ്ട് സെറ്റിന്റെയും കാർഡിനാലിറ്റി സെയിം ആണ്. അപ്പോൾ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും സെയിം ആണെന്ന് കാണിക്കാൻ റൈറ്റ് കോസറ്റിനെ നമ്മളൊരു പേര് കൊടുക്കുക, ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണത്തിന് കളക്ഷനെ നമുക്ക് വേറൊരു പേര് കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യാൻ മതി? ഒരു 1 on 2 ഫംഗ്ഷൻ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? സി എൽ ബി ദ കളക്ഷൻ ഓഫ് ഓൾ ലെഫ്റ്റ് കോസറ്റ് ഓഫ് എച്ച് ഇൻ ജി. അതായത് സി എൽ എന്നത് എന്താണ്? ലെഫ്റ്റ് കോസറ്റുകളുടെ കളക്ഷനാണ്. എ എച്ച് വേർ എ ബിലോങ്സ് ടു ജി അല്ലേ. അപ്പോൾ ലെഫ്റ്റ് കോസറ്റുകളുടെ കളക്ഷൻ നമ്മൾ സി എൽ എന്ന് പറഞ്ഞു. കളക്ഷൻ ഓഫ് ലെഫ്റ്റ് കോസറ്റ്, താഴത്തുള്ള എൽ ലെഫ്റ്റ് കോസറ്റിനെ ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് കോസറ്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സി ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എച്ച് എ വേർ എ ബിലോങ്സ് ടു ജി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പേര് കൊടുത്തു? ലെഫ്റ്റ് കോസറ്റുകളുടെ കളക്ഷനെ സി എൽ എന്നും റൈറ്റ് കോസറ്റുകളുടെ കളക്ഷനെ സി ആർ എന്നും പേര് കൊടുത്തു. അപ്പം നമ്മളെ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു ഫൈ എന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. പേരെന്തും കൊടുക്കാം കേട്ടോ. മേ ബി നമ്മളെന്ത് ചെയ്യും? ഡിഫൈൻ ഫൈ ഫ്രം സി എൽ ടു സി ആർ. ഫൈ എന്നൊരു ഫംഗ്ഷൻ എവിടെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക? സി എൽ നിന്ന് സി ആറിലേക്ക് ഡിഫൈൻ ചെയ്യുക. അതെന്തായാൽ മതി? 1 ആവണം, on 2 ആണ്. ഓക്കെ, അങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഡിഫൈൻ ഫൈ ഫ്രം സി എൽ ടു സി ആർ ബൈ സൈ ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു അല്ലേ, സി എല്ലത്തെ എലമെന്റ് ആവണം ഇവിടെ. എ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ ഇൻവേഴ്സ്. ഓക്കെ, എടുക്കുന്നത് സൈ ഫ്രം സി എൽ ടു സി ആർ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? സൈ ഓഫ് സി എല്ലത്തെ എലമെന്റ് ഏതാ? ലെഫ്റ്റ് കോസറ്റ് ആണ്. അപ്പോൾ എ എച്ച് ഇസ് ഈക്വൽ ടു, അതിന് ഇമേജ് എവിടെ വേണം? റൈറ്റ് കോസറ്റിൽ ഉണ്ടാവണം. റൈറ്റ് കോസറ്റിന്റെ എപ്പോഴും എച്ച് എ എന്ന രൂപത്തിൽ. അപ്പോൾ നമ്മൾ എടുക്കണം എന്താണ്? എ എച്ച് ഇസ് ഈക്വൽ ടു സൈ ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ ഇൻവേഴ്സ് എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണത് ഈ സൈ എന്നത് 1 ആണ്, on 2 ആണെന്നാണ് പ്രൂവ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ 1 ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുത്താൽ മതി? 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തെടുത്തു? എ എച്ച് കോമ ബി എച്ച് ബിലോങ്സ് ടു സി എൽ എടുത്തു. സി എല്ലിനകത്ത് 2 എലമെന്റ്സ് എടുത്തു, എ എച്ചും ബി എച്ചും. ഇനി നമുക്ക് എന്ത് കാണിച്ചാൽ മതി? സൈ ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു സൈ ഓഫ് ബി എച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക. സി എല്ലിനകത്ത് 2 എലമെന്റ്സ് എടുക്കുക, അത് രണ്ടിൻ്റെയും ഇമേജ് സെയിം ആണെങ്കിൽ എ എച്ച് ഇസ് ഈക്വൽ ടു ബി എച്ച് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുത്തു? സപ്പോസ് സൈ ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു സൈ ഓഫ് ബി എച്ച് എടുത്തു. സൈ ഓഫ് എ എച്ച് ഇസ് ഈക്വൽ ടു psi of bh implies psi of h എന്ന് പറഞ്ഞാൽ എന്താ? h a inverse is equal to h b inverse. അതായത് h a inverse എന്ന് പറഞ്ഞാൽ എന്താ?
എ ഇൻവേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റൈറ്റ് കോസറ്റും അതേപോലെ ബി ഇൻവേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റൈറ്റ് കോസറ്റും സെയിം ആണ്. ഓക്കെ, അപ്പൊ എ ഇൻവേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റൈറ്റ് കോസറ്റും ബി ഇൻവേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റൈറ്റ് കോസറ്റും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഏത് റിലേഷനാ വരിക? അപ്പോൾ എ ഇൻവേഴ്സ് റൈറ്റ് റിലേറ്റഡ് ടു ബി ഇൻവേഴ്സ്. ഇതാണ് നമ്മളെ ഇന്നലെ പഠിച്ച പ്രോബ്ലത്തിന്റെ അപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എച്ച് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എച്ച് ബി ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ അതിന്റെ റൈറ്റ് എലമെന്റ്സ് റൈറ്റ് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എ ഇൻവേഴ്സ് ഈസ് റൈറ്റ് റിലേറ്റഡ് ടു ബി ഇൻവേഴ്സ്. അപ്പൊ എ ഇൻവേഴ്സ് റൈറ്റ് റിലേറ്റഡ് ടു ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താ പറഞ്ഞ അർത്ഥം? വിച്ച് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻവേഴ്സ് അല്ലെ, റൈറ്റിൽ അവിടെ എവിടെ ഉണ്ടാവും? ബിലോങ്സ് ടു എച്ച് ആണ്. ഓക്കെ, അപ്പൊ റൈറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് എ റൈറ്റ് റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാല് റൈറ്റ് സൈഡിലുള്ള എലമെന്റ്സിന്റെ ഇൻവേഴ്സ്. അപ്പൊ ബി ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എവിടെ ഉണ്ട്? എച്ചിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയതാണ് എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻവേഴ്സ് അല്ലെ, റൈറ്റ് സൈഡിലുള്ള ഇൻവേഴ്സ് എവിടെ ഉണ്ട്? ബിലോങ്സ് ടു എച്ച് ആണ്, ഇൻവേഴ്സ് ആണ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് ബി അല്ലെ, ബി ഇൻവേഴ്സ് ഇൻവേഴ്സ് ആണ് എന്താ? ബി belongs to H. A inverse B എവിടെ ഉണ്ട്? എച്ചിനകത്തുണ്ട്. which implies A inverse B belongs to H എന്ന് പറഞ്ഞ അർത്ഥം എന്താ? A is left related to B. A is left related to B എന്ന് പറഞ്ഞാൽ we can say that AH is equal to BH. ഇത്രയുള്ളൂ. അപ്പോൾ രണ്ട് എലമെന്റ്സ് റൈറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് കോസറ്റുകൾ ഈക്വൽ ആയിരിക്കും, ലെഫ്റ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് കോസറ്റുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് അങ്ങോട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ എ ലെഫ്റ്റ് റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ AH is equal to BH. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? therefore we get psi of, നമ്മൾ എടുത്തെന്താ? psi of AH is equal to psi of BH implies AH is equal to BH. അതിനാണ് നമ്മൾ ആ രണ്ട് റിലേഷൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാ പറഞ്ഞത്? psi of AH is equal to psi of BH എടുത്തു. psi of AH എന്ന് പറഞ്ഞാൽ HA ഇൻവേഴ്സ് ആണ്, is equal to HB ഇൻവേഴ്സ്. അപ്പോൾ HA ഇൻവേഴ്സ് equal to HB ഇൻവേഴ്സ് ആണ്. A ഇൻവേഴ്സ് റൈറ്റ് റിലേറ്റഡ് ടു B ഇൻവേഴ്സ് ആണ്. A ഇൻവേഴ്സ് റൈറ്റ് റിലേറ്റഡ് ടു B ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം A ഇൻവേഴ്സ് B ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് belongs to H. That is A inverse B belongs to H. That is A is left related to B. A is left related to B എന്ന് വെച്ചാൽ we get AH is equal to BH. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ കിട്ടിയാൽ അത് നമ്മൾ പറയാ 1 1. therefore psi is 1 1. psi എന്ന ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. അതാണ് നമ്മൾ എഴുതിയത്. സോറി, അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. psi നമ്മൾ എന്തെടുത്തു? സി എൽ നിന്ന് സി ആറിലേക്ക് എടുത്തു. psi of AH is equal to HA inverse. therefore for any AH, BH belongs to CL എടുത്താൽ psi of AH is equal to psi of BH implies HA inverse is equal to HB inverse, which implies A inverse is right related to B inverse. Right related എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? that is right side ലെ inverse belongs to H. A inverse into B inverse inverse belongs to H. that is A inverse B belongs to H. അപ്പോൾ A inverse B belongs to H എന്ന് പറഞ്ഞ അർത്ഥം എന്താ? that is A left related to B. A left related to B എന്ന് പറഞ്ഞാൽ AH is equal to BH. hence psi is 1 to 1. psi എന്നത് 1 1 ആണ്. 1 to 1 എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് 1 1 കേട്ടോ. psi is 1 1. ഇനി നമുക്ക് ഓൺ ടു കൂടി പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ഓൺ ടു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് HA belongs to CR എന്ന് റൈറ്റ് സൈഡിലുള്ള കളക്ഷൻ നിന്ന് HA belongs to CR റൈറ്റ് സൈഡ് കളക്ഷൻ നിന്ന് നമ്മളൊരു എലമെന്റ് എടുത്തു.
അങ്ങനെയാണെങ്കിൽ ഇതിൽ എ എവിടെ ഉണ്ടാവണം? എ ജിക്ക് അകത്ത് ഉണ്ടാവണം അല്ലേ? റൈറ്റ് കോസെറ്റ് അല്ലേ? റൈറ്റ് കോസെറ്റ് ആകുമ്പോൾ ജിക്ക് അകത്ത് എലമെന്റ്സ് ആണ് എകൾ ഉണ്ടാവുക. ജി ഒരു ഗ്രൂപ്പാണ്, അപ്പോൾ എ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവണം? ജിക്ക് അകത്ത് ഉണ്ടാവും അല്ലേ? ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് ഇൻവേഴ്സും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore A ഇൻവേഴ്സ് എച്ച് എന്നുള്ളത് എവിടെ ഉണ്ടാവും? ബിലോങ്സ് ടു സി എൽ ആവണ്ടേ അല്ലേ? ജിക്കകത്ത് ഏത് എലമെന്റ്സ് എടുത്താലും അതിന് ലെഫ്റ്റ് കോസെറ്റ് ഉണ്ടാവണ്ടേ? അപ്പോൾ A ഇൻവേഴ്സ് എച്ച് എവിടെ ഉണ്ടാവും? ബിലോങ്സ് ടു സി എൽ, ദാറ്റ് ഇസ് ലെഫ്റ്റ് കോസെറ്റ്. കിട്ടിയതാണ്. എന്തെടുത്തു? എച്ച് എ ബിലോങ്സ് ടു സി ആർ എടുത്തു. എച്ച് therefore A belongs to G implies A inverse belongs to G ആണ്. therefore A inverse into H ഇത് ഒരു ലെഫ്റ്റ് കോസെറ്റ് ആയിരിക്കും, that belongs to CL and psi of A inverse H. psi of A inverse H എന്താ ഉണ്ടാവുക? H A inverse inverse അല്ലേ? ഇവിടെയുള്ള ടേമിന് ഇൻവേഴ്സ് ആണ് ഇവിടെ ഉണ്ട്. therefore HA. So for any HA belongs to CR എടുത്താലും there exists an element A inverse H in CL such that phi of A inverse H is equal to HA. അതാണ് നമ്മളെ കണ്ടീഷൻ. ഏതൊരു HA എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ടാവും? ഒരു A inverse H ഉണ്ടായിരിക്കും CL-നകത്ത്, such that psi of A inverse H is equal to HA. therefore psi is on to. ആദ്യം 1 1 എന്ന് പ്രൂവ് ചെയ്തു, അപ്പോൾ on to ആണ് കിട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും hence psi from CL to CR is 1 to 1 and on to. therefore CL and CR has same number of elements. ഇങ്ങനെ 1 1 on to ഫംഗ്ഷൻ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിലും എന്തുണ്ടാവും? ഒരേ നമ്പർ ഉണ്ടാവും. ദാറ്റ് ഇസ് കാർഡിനാലിറ്റി ഓഫ് CL is equal to കാർഡിനാലിറ്റി ഓഫ് CR. അതായത് CL എന്ന് പറയുന്നത് ലെഫ്റ്റ് കോസെറ്റ് ആണ്. ലെഫ്റ്റ് കോസെറ്റുകളുടെ എണ്ണവും റൈറ്റ് കോസെറ്റുകളുടെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഓക്കെ, താങ്ക് യു.